അഭിനയിക്കണമെന്ന മോഹവുമായി ഓക്സ്ഫോർഡ് പ്ലേ ഗ്രൗണ്ടിലെ കൂറ്റൻ സ്റ്റേഡിയത്തിലേക്ക് കോമഡി ഷോ അവതരിപ്പിക്കാൻ പോയ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ കഥയുണ്ട്. ശബ്ദ തരംഗങ്ങൾ മുഴങ്ങിയടിക്കുന്ന ആ വലിയ ഹാളിലെ ജനക്കൂട്ടത്തിന് മുന്നിൽ ഡയലോഗ് കൃത്യമായി പറയാൻ കഴിയാതെ, കൗണ്ടറുകൾക്ക് മറുപടി നൽകാനാകാതെ, എന്തിന് ഒന്ന് സംസാരിക്കാൻ പോലും പാടുപെട്ടവൻ വേദിയിൽ ഒരു കോമാളിയായി മാറാൻ തുടങ്ങി. പ്രോഗ്രാം അവസാനിച്ച് തിരശീല വീഴുമ്പോഴേക്കും റോവാൻ ഒരിക്കലും ഒരു നടനാകില്ലെന്ന് വിമർശകർ വിധി എഴുതിയിരുന്നു. എടുത്തു പറയാൻ ഒരു നല്ല കൂട്ടുകാരനോ ഓർത്തെടുക്കാൻ ഒരു നല്ല ബാല്യകാലമോ ഇല്ലാതിരുന്ന അവൻ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു: തന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് നിർണയിക്കാൻ മറ്റൊരാളുടെയും ആവശ്യമില്ല. വർഷങ്ങൾക്കുശേഷം 1990 ഒരു ബ്രിട്ടീഷ് പ്രൊഡക്ഷൻ കമ്പനിയുടെ മേൽനോട്ടത്തിൽ ഒരു കോമഡി TV ഷോയിലൂടെ അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തി. നൊസ്റ്റാൾജിയായി വിറക്കുന്ന കൗമാരക്കാർ മുതൽ കൊച്ചു കുട്ടികളെ വരെ ടെലിവിഷന് മുന്നിൽ പിടിച്ചിരുത്തിയ മിസ്റ്റർ ബീനെയും അത് അഭിനയിച്ചു വലിപ്പിച്ച റോവാൻ ആറ്റ്കിൻസനെയും അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു കാണാൻ വഴിയില്ല.